ഹലോ നമസ്കാരം, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. അപ്പോൾ നമ്മളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് ആണ് കേട്ടോ, ഷോപ്പിംഗ് ഡേ ആണ്. മീൻസ് ഞങ്ങൾക്ക് ഇന്ന് നല്ല ഫ്രീ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ചെറുതാണോ എന്ന് വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ്, എന്നാൽ വലുതാണോ എന്ന് വെച്ചാൽ വലിയൊരു ഷോപ്പിംഗ്. അങ്ങനെ മോന് സ്കൂളിൽ പോയതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ പോകുന്നത് എൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തത് ഇവിടെയാണ് കേട്ടോ, പാലക്കാട് കെൽ സലൂൺ, എല്ലാവർക്കും അറിയാം, ഫേമസ് ആയിട്ടുള്ള അവിടെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്താൽ മാത്രം നമുക്ക് പോരാ, എന്താണെന്ന് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വെച്ചാൽ അവരുടേതായ ആ കറക്റ്റ് ഷാമ്പൂ തന്നെ യൂസ് ചെയ്യണം. ഷാമ്പൂ, മാസ്ക്, ക്രീം അതെല്ലാം യൂസ് ചെയ്താൽ തന്നെയാണ് അത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 8 months ആണ് അവർ നമുക്ക് ഗ്യാരണ്ടി പറയുന്നത് എങ്കിൽ തന്നെയും ഈ ഷാമ്പൂ കണ്ടീഷണർ നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ അത് നമുക്ക്, ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ഷാമ്പൂ കണ്ടീഷണർ മേടിക്കുന്നത്. കണ്ടീഷണർ എന്നല്ല, അവരൊരു മാസ്ക് ക്രീം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതാണ് വാങ്ങിക്കുന്നത്. കെയർ എന്നാണ് അതിൻ്റെ പേര്. ഒരു 1200 ആ റേറ്റാണ് അതിന് വരുന്നത്. ഷാമ്പൂവും അതുപോലെ തന്നെ ആ ഒരു റേറ്റാണ് വരുന്നത്, 1200 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്താൽ തന്നെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്തതിനും കാര്യങ്ങളുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതിപ്പം മേടിക്കാനായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ പോയത്. പിന്നെ അവിടെ തന്നെ ലോറിയലിൻ്റെ പുതിയ ഷാമ്പൂ വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാൽപ്പ് പ്രൊട്ടക്ഷൻ, ഹെയർ അഡ്വാൻസ്ഡ്, അങ്ങനെ പല ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷാമ്പൂസാണ്. എല്ലാവർക്കും അത് യൂസ് ചെയ്യുക. അപ്പോൾ അത് നല്ല കളക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പോയത് വലിയങ്ങാടി മാർക്കറ്റിലേക്ക് കേട്ടോ. അവിടെയുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വിളക്ക് വയ്ക്കാനുള്ള ചന്ദനത്തിരി, വിളക്ക്, കർപ്പൂരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്, നല്ലെണ്ണ. അപ്പോൾ പോകുന്ന വഴി തന്നെ നമ്മൾ പെട്രോളും അടിച്ചു കേട്ടോ. എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് പോയി. അവിടെ നിന്ന് വീണ്ടും നമ്മൾ പോയത് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു, ഡാൻസിൻ്റെയും പിന്നെ നമ്മളുടെ എനിക്ക് വേണ്ടത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ജോബീസ് മാളിൽ അവിടെയുള്ള ഫാഷൻ സ്റ്റോറിലേക്ക് കേട്ടോ വന്നപ്പോൾ അവിടെ ലാക്മിയുടെ പ്രോഡക്റ്റ് ചെയ്യുന്ന ചേച്ചി നമ്മുടെ ഏറ്റവും അടുത്തൊരു നല്ല സുഹൃത്താണ്. അപ്പോൾ ആ ചേച്ചിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ അവിടെ നിന്ന് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ ലാക്മി ഡാസ്ലൈസിൻ്റെ എല്ലാം പുതിയ കുറേ പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ കുറേ ഓഫർ റേഞ്ചിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. മസ്കാര വിത്ത് ഐലൈനർ, പെൻ ഐലൈനർ, അങ്ങനെയുള്ള പല ഐറ്റംസും നമ്മൾ നോക്കിയിട്ടോ. അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ നമുക്കൊരു മാരേജ് വരുന്നുണ്ട്. അപ്പോൾ മാരേജിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ വാങ്ങി. ലാക്മിയുടെ പിന്നെ സൂപ്പർ ഗ്ലോൻ്റെ പ്രോഡക്റ്റ്സ് ഇപ്പോൾ നല്ല മൂവിങ് ഉണ്ട്. അത് നല്ല പ്രോഡക്റ്റാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്നത് നമ്മൾ ബിസ്മിയിലേക്കാണ് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. വെജിറ്റബിൾസ് ഞാൻ മാക്സിമം ബിസ്മിയിൽ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് കേട്ടോ പോയേ. അപ്പോഴത്തേനും കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ഷോപ്പിലേക്കാണ് കയറിയത്. അപ്പോൾ അവിടെ നിറയെ സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ 2 ചായയും ഒരു ബ്രെഡ് സാൻഡ്വിച്ചും ഒരു കൊഴുക്കട്ടയായിട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഓൾറെഡി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡിൽ ഉള്ളിൽ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഇരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് മീൻസ് സ്നാക്സൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ ബിസ്മിയിലേക്ക് കേട്ടോ പോയത്. അതിൻ്റെ ഉള്ളിൽ പോയി പച്ചക്കറി വാങ്ങിക്കാനായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. വേറെ ഐറ്റംസ് ഒന്നുമില്ല, എനിക്ക് ഓൾറെഡി പച്ചക്കറി മാത്രമായിരുന്നു മേടിക്കേണ്ടത്. ഓൾറെഡി അവിടുന്ന് ഞാൻ എപ്പോഴും തന്നെ പച്ചക്കറി 1 കിലോ 1 കിലോ ഒന്നും വാങ്ങിക്കില്ല കേട്ടോ. വേണ്ട ഇപ്പോൾ ഒരു 1, 2, 3 അങ്ങനെയൊക്കെ എടുത്തിട്ട് ഗ്രാം കണക്കിന് അവിടെ ആകുമ്പോൾ നമുക്ക് അളന്ന് നമുക്ക് അവർ ചെയ്തു തരുമല്ലോ. ഗ്രാമാണെങ്കിൽ പോലും അവിടെ ഒരു ഇഷ്യൂസ് ഇല്ല. അല്ല നമ്മൾ നോർമൽ ഷോപ്സിൽ ചെല്ലുന്ന സമയത്ത് അയ്യോ അവർ അത്ര തരില്ല, 1 കിലോ എടുക്കണം അല്ലെങ്കിൽ 1 കിലോ എടുക്കണം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വെജിറ്റബിൾസ് ബിസ്മിയിൽ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത്. ബിസ്മി, ലുലു, അങ്ങനെ അവിടെ നിന്ന് മാത്രമല്ല അങ്ങനെയുള്ള ഷോപ്സിൽ നിന്നാണ് കേട്ടോ ഞാൻ മേടിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് വേണ്ടത് മാത്രം എടുത്താൽ മതി. ഒരുപാട് ആവശ്യവും വരില്ലല്ലോ. നമ്മളിപ്പോൾ 2 പേരുണ്ടാവുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം ഒരു കിലോ പയറൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഓവറാണ് അല്ലേ. അപ്പോൾ അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ടാണ് നമ്മൾ മേടിക്കാറുള്ളത്. എനിക്ക് വേറെയുള്ള ഐറ്റംസ് ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല കേട്ടോ, വെജിറ്റബിൾസ് മാത്രമാണ്. അപ്പോൾ അതെടുത്തിട്ട് താഴത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ടെൻഡർ ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മീറ്റ് ഫിഷ് മാർക്കറ്റ് പോലെ തുടങ്ങിയിട്ടുണ്ട്. വിസ്മയുടെ തൊട്ട് താഴെ തന്നെ കേട്ടോ, പുതിയ ഷോപ്പാണ്. അപ്പോൾ അവിടെ എല്ലാ മീനുകളും എല്ലാം ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നിറയെ മീനുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഹോം ഡെലിവറിയും കൂടെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാ ടൈപ്പ് മീറ്റ് ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീറ്റായിട്ടൊന്നുമല്ല വാങ്ങിയത്, ഞാൻ ഫിഷാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ അതുപോലെ നമ്മുടെ വീട് പാലക്കാട് ടൗണിൽ തന്നെ ആയതുകൊണ്ട് ഇപ്പം നമ്മൾ വാങ്ങിയ ഷോപ്പിൻ്റെ അടുത്തൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് ഷോപ്പിംഗ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കായി പോയത്. ഏകദേശം ഒരു 2 മണി ആയി കാണും ഉച്ചയ്ക്ക്. അങ്ങനെ നേരെ വീട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഒരു ഷോപ്പിംഗ് ഡേ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു, ടാറ്റ, ബൈ ബൈ, സി യു.